കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആർദ്രമായ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ പ്രഭാതത്തിൽ വലിയവനായി ദൈവം ഇങ്ങനെ പറയുന്നു: കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങളുടെ ഏറ്റവും അടുത്ത്, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന്, നിങ്ങളെ ഒരുമിക്കൊണ്ട് എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. കാരണം പലപ്പോഴും നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണിന് മുമ്പിലൂടെ എന്തെങ്കിലും ഒന്ന് പോകുന്നുവെങ്കിൽ നമുക്കൊരു ഫീൽ ചെയ്യും, എന്തോ ഒന്ന് പോയല്ലോ. എന്നാൽ ഇന്ന് കർത്താവിന് മുമ്പിൽ, കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് മുട്ടിയൊരുമിയിരിക്കുന്നെങ്കിൽ ആ ഫീലിംഗ് ആണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ അനുഭവമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കൽ നമ്മോട് ചേർന്ന് കർത്താവുണ്ട്. ഒരിക്കലും ഒരു വലിയ പരീക്ഷ ഇരുന്ന പെൺകുട്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. അവിടെ ചെന്ന് പരീക്ഷാ പേപ്പർ കിട്ടിയപ്പോൾ, ഞാൻ സകലതും പഠിച്ചതാണ്, പക്ഷേ പരീക്ഷാ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആൻസേഴ്സ് എല്ലാം മറന്നുപോയതുപോലൊരു ഭയം, പെട്ടെന്ന് ആൻസറുകളെല്ലാം മറന്നുപോയതുപോലെ ഒരു ചിന്ത. ഞാൻ ആകെ ഭയപ്പെട്ടു. ആ പേപ്പർ മേശപ്പുറത്ത് വെച്ച് മുകളിൽ കൈവച്ചിട്ട് ഞാൻ 2 വരി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ പഠിച്ചതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാം മറന്നുപോയതുപോലെ തോന്നുകയാണ്. കർത്താവേ, അങ്ങനെ സഹായിക്കണം. പെട്ടെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി, എൻ്റെ അടുക്കൽ ഒരുവനുണ്ട്, അവൻ എൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് വേണ്ടുന്നത് പറഞ്ഞു തരുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടായി. ആ ചെവികളിലേക്ക് അതിൻ്റെ ആൻസറുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നീട് നമ്പർ 1, നമ്പർ 2 എന്ന് എഴുതി ആരംഭിക്കുമ്പോൾ അവൾ പോലും അറിയാതെ ആ ഉത്തരങ്ങൾ ഓരോന്നോരോന്ന് അവളുടെ മനസ്സിലേക്ക് ദൈവം പകർന്നുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് അവിടെ കടന്നു വന്നു, അവളുടെ മുമ്പിൽ കടന്നു വന്നു. അവൾ പഠിച്ചതാണെങ്കിലും പെട്ടെന്ന് മറന്നുപോയ വിഷയങ്ങൾ കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്നൊരു ദൈവം നമ്മുടെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയില്ലാതെ ജീവിതം പാതി വഴിയിൽ നശിച്ചു പോകുന്ന ഒരു അനുഭവം കാണുന്നുണ്ട്. പലരും ആത്മഹത്യകളിലേക്ക് പോകുന്നു, പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു, പലരും അക്രമത്തിലേക്ക് പോകുന്നു. മറ്റുള്ളവരെ കൊന്നാൽ ഒരു സമാധാനം ലഭിക്കും, മദ്യവും മയക്കുമരുന്നും അടിച്ചാൽ ഒരു സമാധാനം ലഭിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ ഒരു സമാധാനം ഉണ്ടാകും, മദ്യപിച്ചാൽ ഒരു ഇതൊക്കെയാണ് മനുഷ്യരുടെ ചിന്താഗതികൾ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അതൊക്കെ നിന്നെ പ്രശ്നങ്ങളിൽ നിന്നും അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയല്ലാതെ ഒരു മോചനം നിനക്ക് തരുവാൻ ഒരിക്കലും ഈ ലോകത്തിനോ ലോകത്തിലുള്ളതിനോ സാധിക്കുകയില്ല. എന്നാൽ നിന്റെ അടുക്കലുള്ള കർത്താവിനോട് നീ ഏത് ഭാഷയോ വർണ്ണമോ വർഗ വ്യത്യാസവും ആകട്ടെ, ഏതോ മതവുമാകട്ടെ, ദൈവം പറയാണ്, കർത്താവ് ജീവനുള്ള ദൈവം നിന്റെ അടുക്കലുണ്ട്, നിന്നോട് ചേർന്നിരിക്കുന്നു. അവനോട് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ സ്നേഹിത, താങ്കളുടെ പ്രശ്നത്തിന് മറുപടി തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഓരോ രാത്രികളും കിടന്നുറങ്ങുമ്പോൾ ചിന്തയുടെ ആ അനവധിയായ പ്രശ്നങ്ങളിലൂടെ കിടന്നുറങ്ങുക, ചിന്തിച്ച് തലയാകെ പുണ്ണുപിടിച്ചു കിടന്നുറങ്ങുക. നാളെ എങ്ങനെ ജീവിക്കും, നാളത്തെ സാമ്പത്തിക വിഷയങ്ങൾ, നാളത്തെ ജീവിതങ്ങൾ, ഇതൊക്കെ ചിന്തിച്ചായിരിക്കാം ഒരുപക്ഷെ കിടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണും. ഒരുപക്ഷെ അതും മനസ്സിനെ അലട്ടും. അയ്യോ, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് ആ പ്രഭാതം കാണുമ്പോൾ പിന്നെയും ആ ചിന്ത കടന്നു വരും. ഇന്നലത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തെ മുഴുവൻ മതിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരു ചിന്തയായിട്ട് മനസ്സിൻ്റെ ആ തകർച്ച മാറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടും പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. കേൾക്കുവാൻ മനസ്സുള്ളവനാണ് ദൈവം, മറുപടി തരുവാൻ മനസ്സുള്ളവനാ ദൈവം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും അതിനെ പരിഹാരം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് താങ്കൾ കരുതരുത്. താങ്കളെ സ്നേഹിക്കുന്ന, ഏകമായി സ്നേഹിക്കുന്ന, ആഴമായി സ്നേഹിക്കുന്ന, മറ്റാരും സ്നേഹിക്കാതെ സ്നേഹിക്കുന്ന ഒരുവൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം ഒരുക്കി തരുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. താങ്കളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ ഒരുവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ ആരും ഉണ്ടാകുകയില്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന
നാം അറിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ രോഗത്തിന്, നമ്മുടെ പ്രശ്നങ്ങൾക്ക്, ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ അവൻ ശക്തനാണ്. കാരണം അവൻ നമ്മുടെ അടുക്കലുണ്ട്. ഇപ്പോൾ വിളിച്ചപേക്ഷിക്കണം. എന്നാൽ കാലം മുമ്പോട്ട് പോകുമ്പോൾ, അവൻ മധ്യാകാശത്തിൽ മടങ്ങി വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതരുത്. തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ, തന്നെ ഹൃദയത്തിൽ അംഗീകരിച്ച തൻ്റെ ജനത്തെ സ്വീകരിക്കുവാൻ ആ കർത്താവ് വേഗം മടങ്ങി വരുമ്പോൾ അത് കാലത്തിൻ്റെ അന്ത്യമാണ്. അതിനുശേഷം അപേക്ഷിക്കുവാൻ ഒരു കാലമില്ലാതെയാകും. അന്ന് നാം ചിന്തിക്കും, അയ്യോ, ഞാൻ നേരത്തെ അപേക്ഷിച്ചിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈ കേട്ട സുവിശേഷം അംഗീകരിച്ചിരുന്നെങ്കിൽ എനിക്കും ഒരു ശ്രേഷ്ഠതയുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സമയം. ഇപ്പോഴാണ് കർത്താവിലേക്ക് വരുവാൻ. നാളെ എന്ന് മാറ്റിവെക്കാതെ ഈ കർത്താവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ഏറ്റുപറയാമോ? ഹൃദയം തുറന്നവരോട് സംസാരിക്കാമോ? മനസ്സ് തുറന്നവരോട് സംസാരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവൻ മറുപടി തരും. കാരണം അവൻ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അവൻ നമ്മോട് ചേർന്നിരിക്കുന്നു. ഇത്ര അടുത്തിരിക്കുവാനും ഇത്ര ചേർന്നിരിക്കുവാനും മനസ്സുള്ളവനായി, കഴിവുള്ളവനായി വേറെ ആരും ഈ ലോകത്തിലില്ല, കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങൾ എത്ര ദുഷ്ടരാണെങ്കിലും ദോഷരാണെങ്കിലും പാപികളാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം അനുഭവിച്ച കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച കർത്താവേ, അവിടുത്തെ വചനം വായിക്കുന്ന അന്ന് അങ്ങ് ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ അപേക്ഷകളെ കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും അംഗീകരിക്കുകയും മറുപടി തരികയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയോടും ചേർന്നിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയോട് അടുത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചു തരണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ജീവിതം തകർന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. ആത്മാവിൽ ബലപ്പെടുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.